ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ കോമയിൽ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ M. നന്ദകുമാറാണ് അബോധാവസ്ഥയിലായത്. സംഭവത്തിൽ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ ഡോക്ടർ ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. എന്തായാലും കുടുംബത്തിന്റെ ആരോപണത്തിൽ ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട് പോലീസ്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് വരുന്നത്? രോഹിണി, അത്യന്തം ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇത്. ചികിത്സാ പിഴവ് മൂലം സംസ്ഥാനത്തെ മുൻ ജില്ലാ കളക്ടറും PRDയുടെ ഡയറക്ടറുമായിരുന്ന N. നന്ദകുമാറിനാണ് അബോധാവസ്ഥയിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോമ സ്റ്റേജിൽ പോകേണ്ട സാഹചര്യമുണ്ടായി എന്നാണ് കുടുംബം പരാതിയെ ഉന്നയിക്കുന്നത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കുടുംബം നൽകിയിരുന്നു. അതായത് ഈ നന്ദകുമാറിൻ്റെ മകൾ ആണ് ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിലാണ് തൻ്റെ പിതാവിന് ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് SP മെഡിഫോർട്ട് ആശുപത്രിയിൽ ഉണ്ടായി എന്ന് കുടുംബം പറയുന്നത്. തുടർന്ന് കോമ സ്റ്റേജിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാസം 16-ാം തീയതിയാണ് നന്ദകുമാറിനെ തിരുവനന്തപുരത്ത് ഇഞ്ചക്കലിന് സമീപത്തെ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കുന്നത്. തലച്ചോറിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ FIRൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഗുരുതര സ്വഭാവം ഈ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഡോക്ടർമാർ, സർജൻ ചികിത്സ നോക്കിയതിനു ശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണമെന്ന് പറയുന്നു. തുടർന്ന് അന്നേ ദിവസം തന്നെ 16-ാം തീയതി തന്നെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ശസ്ത്രക്രിയ നടത്തുന്നു. ആ ശസ്ത്രക്രിയയെ തുടർന്നാണ് അസുഖം മൂർച്ഛിക്കുകയും കോമ സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായത് എന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് പിറ്റേ ദിവസം മുതൽ ആ അനസ്തേഷ്യ വിട്ടുമാറുന്ന സാഹചര്യത്തിൽ പിറ്റേ ദിവസം മുതൽ തന്നെ ഈ അബോധാവസ്ഥ തുടർന്ന്, അതായത് കോൺഷ്യസ് ആയിട്ട് എത്താൻ കഴിയാത്തൊരു നിലയിലേക്ക് ഈ നന്ദകുമാർ മാറി അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ വിവരം ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് അവിടുന്ന് നിർബന്ധിതമായിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് നന്ദകുമാറിനെ മാറ്റുകയും ചെയ്തത്. അതിനുശേഷമാണ് ആശുപത്രിയിൽ മാറ്റിയതിനു ശേഷമാണ് ഈ സർജൻ ആയ ശ്രീജിത്തിന് ചികിത്സാ പിഴവുണ്ടായി എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബം ഒരു പരാതി തിരുവനന്തപുരത്തെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. ആ പരാതിയുടെ FIR പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. ഈ പരാതിയിലാണ് ഗുരുതര സ്വഭാവമുള്ള രീതിയിൽ, അതല്ലെങ്കിൽ ആ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള തെറ്റ് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബം ആരോപിക്കുന്നത്. ശസ്ത്രക്രിയയിൽ വലിയ രീതിയിലൊരു പിഴവുണ്ടായി. ആ പിഴവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് നന്ദകുമാറിന് ഇത്തരത്തിൽ അബോധാവസ്ഥയിലേക്കും കോമ സ്റ്റേജിലേക്കും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നതാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. SP മെഡിഫോർട്ട് ആശുപത്രി തിരുവനന്തപുരത്ത് ഇഞ്ചക്കലിന് സമീപത്താണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി നന്ദകുമാറിനെ എത്തിച്ചത്. മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ്. അതോടൊപ്പം തന്നെ PRDയുടെ ഡയറക്ടർ സ്ഥാനത്ത് ഇരുന്ന ആളാണ് നന്ദകുമാർ എന്ന് പറയുന്നത്. ആ ഒരു പൊസിഷനിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിക്ക് ഇത് സംഭവിക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ അലക്ഷ്യമായിട്ടാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതിയിലൊക്കെയാണ് ചികിത്സാ പിഴവ് ഈ കുടുംബം ആരോപിക്കുന്ന തരത്തിലാണെങ്കിൽ, അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ചികിത്സ നടക്കേണ്ടത്, അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തുന്നതെങ്കിൽ സാധാരണക്കാരൻ്റെ സ്ഥിതി കുറച്ചുകൂടി മോശമാകാൻ സാധ്യത നമുക്ക് തള്ളിക്കറിയാൻ കഴിയില്ല. എന്തായാലും ഗുരുതരമായ സ്വഭാവം ശസ്ത്രക്രിയയെ തുടർന്നാണ് ഈ നന്ദകുമാറിന് ഈ നിലയിലേക്ക് എത്തിയത്. നമ്മൾ അതിനെ തുടർന്ന് ആശുപത്രി അധികൃതരുമായും ബന്ധപ്പെട്ടിരുന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് പരാതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ പരാതിയിൽ പറയുന്നത് പോലെയൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു. തുടർന്നാണ് ഈ ചികിത്സയ്ക്കായി എത്തിക്കുന്നത്. ചികിത്സയ്ക്കായി എത്തിച്ചപ്പോൾ തന്നെ ആന്തരികമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ തുടർന്ന് ഗുരുതരമായി പോകുന്ന സാഹചര്യമുണ്ട് എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ആശുപത്രി അധികൃതർ പറയുന്നതും. ഈ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ, കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം അവാസ്തവമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഈ SP മെഡിഫോർട്ടിൻ്റെ സമീപത്ത് ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ തന്നെ സെക്യൂരിറ്റി നമ്മളെ സമീപിക്കും, എന്തിനാണ് വിഷ്വൽ എടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അനുവാദമില്ലാതെ വിഷ്വൽ എടുക്കാൻ പാടില്ല, എന്തിനാണ് വിഷ്വൽ എടുക്കാൻ നിങ്ങൾ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നീട് മറ്റൊരാൾ നമ്മുടെ അടുത്തേക്ക് വരികയും അവിടെ നിന്നും ആശുപത്രി അധികൃതർക്കും പറയാനുണ്ട്, അതുകൂടി നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണമെന്ന കാര്യവും ഇപ്പോൾ അറിയിക്കുകയുണ്ടായി. ആദ്യം തുടക്കത്തിൽ നമ്മളിങ്ങോട്ട് ഈ ആശുപത്രിക്ക് ഫ്രണ്ടിലേക്ക്, അതായത് ഈ ഈഞ്ചക്കൽ ബൈപ്പാസിന് മുകളിലേക്ക് എത്തിയ
സമയത്താണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള സെക്യൂരിറ്റികൾ നമ്മളോട് സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിഷ്വൽ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒപ്പം ചേർത്ത് പറയുകയാണ്. എന്തായാലും വലിയ രീതിയിൽ ഗൗരവ സ്വഭാവം ഇതിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു IAS ഉദ്യോഗസ്ഥൻ, തിരുവനന്തപുരത്തെ മുൻ ജില്ലാ കളക്ടർ ആയിരുന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ട് ചികിത്സാ പിഴവ് മൂലം ഗുരുതര സ്ഥിതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തലച്ചോറിൽ ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടാണ് SP മെഡിഫോർട്ട് ആശുപത്രിയിൽ എത്തിയതാണ് കുടുംബം പറയുന്നത്. കുടുംബം തന്നെയാണ് ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷൻ സമീപിക്കുന്നത്. ഇത്തരത്തിൽ ഗൗരവ സ്വഭാവമുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് മാത്രമല്ല, മറ്റൊരു ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ കുടുംബം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ആശുപത്രി അധികൃതർ കൂടി മെഡിക്കൽ റിപ്പോർട്ട് ഒരുപക്ഷെ ഈ കുടുംബത്തിന് നൽകിയിരിക്കാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തിയത് എന്നുള്ളത്. തീർച്ചയായും ഇതൊരു ചികിത്സാ പിഴവ് തന്നെയാണ് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് എത്തുന്ന സൂചനകൾ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. പൂർണ്ണമായും 100%. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം പരാതി കൊടുത്തത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, സമൂഹത്തിൽ ഉന്നതനായ ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് സംഭവിക്കുന്നത്. ഒരു സാധാരണക്കാരനാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായൊരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. നിയമപരമായി തന്നെ ഇതിനെ നേരിടേണ്ടതുണ്ട്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്ക് ഇത് കടന്നാൽ മാത്രമല്ലേ ഏതൊരു പൗരനും, അത് ഒരു ജില്ലാ കളക്ടർ ആയാലും ഒരു സാധാരണക്കാരനായാലും, എല്ലാവർക്കും ചികിത്സ ഒരുപോലെ തന്നെയാണ് വൈദ്യരംഗം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്കല്ലേ ഇത് തുടർന്ന് മുന്നോട്ട് പോകേണ്ടത്. രോഹിണി പറഞ്ഞതുപോലെ തന്നെയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് വേണ്ടത്. ഈ കുറ്റക്കാർക്കെതിരെ കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഈ കുടുംബവും ഈ പൊതുജനങ്ങളടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ കുടുംബവും പറയുന്നത്. കുടുംബം ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾ രണ്ട് തവണ കുടുംബവുമായി ബന്ധപ്പെടുമ്പോഴും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഈ വിഷയം നമ്മളോട് പറയുകയും ചെയ്തു. ഇത്തരത്തിലാണ് സംഭവം ഉണ്ടായത്. ആ സംഭവത്തെ തുടർന്നാണ് ഈ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ. ഈ നന്ദകുമാർ അൺകോഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമെല്ലാം ഉണ്ടായതെല്ലാം കുടുംബം വിശദമായിട്ട് നമ്മളോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ മറ്റൊരു ആശുപത്രിയിൽ മാറ്റിയ ശേഷം മാത്രമാണ് ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് തങ്ങൾ എത്തിച്ചേർന്നതെന്നും കുടുംബം പറയുകയുണ്ടായി. കാരണം ഈ അവസ്ഥയിലേക്ക് തങ്ങളുടെ പിതാവിനെ എത്തിച്ചതിന് കാരണം എന്ന് പറയുന്നത് ഈ ആശുപത്രി അധികൃതർ, പ്രത്യേകിച്ച് ഈ സർജനായ ഡോക്ടർ ശ്രീജിത്തിൻ്റെ കയ്യിലുള്ള ഉണ്ടായിട്ടുള്ള വീഴ്ചയാണെന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ കുടുംബം പറയുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഈ സംഭവം ഒരു ഗൗരവ സ്വഭാവമുണ്ട്. കാരണം നമുക്കറിയാം, ഈ ആശുപത്രിയിലൊക്കെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് പലപ്പോഴായി കേട്ടിട്ടുണ്ട്. രോഗികൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന വിൽപ്പനകൾ എന്ന രീതിയിലെല്ലാം നടക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് പല ആശുപത്രികളിലും ഈ ആന്തരിക അവയവങ്ങളെല്ലാം വിൽപ്പനയ്ക്ക് വെക്കുന്ന സ്ഥലത്തിലുള്ള ശസ്ത്രക്രിയ നടത്തി വിൽപ്പനയ്ക്ക് നിൽക്കുന്നതടക്കമുള്ള വാർത്തകൾ നേരത്തെ നമ്മൾ ജനം TV തന്നെ പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള വാർത്തകളും. ആ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ചികിത്സാ പിഴവെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ നമുക്ക് കളയാൻ കഴിയില്ല. കാരണം ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ആ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിൽ അപാകത വന്നുവെന്ന് കുടുംബം ആരോപിച്ചു കഴിഞ്ഞാൽ, ആ കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല, പരാതി നിയമപരമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. പരാതിയുമായിട്ട് കുടുംബം മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇനി നീതി നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ സംവിധാനങ്ങളാണ്, പോലീസാണ്. അതോടൊപ്പം തന്നെ മെഡിക്കലുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന്, അതായത് നന്ദകുമാറിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കേണ്ടത് അടക്കമുള്ളത് ഇവിടുത്തെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ്. അതോടൊപ്പം തന്നെ അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കമാണ്. കാരണം ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ആ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്നടക്കമുള്ള ഇതിലൊരു തുടർ നടപടി എപ്രകാരമായിരിക്കും എന്നുള്ളത്
തന്നെയാണ് പ്രശാന്ത് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ കോമയിലായിരിക്കുന്നു. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ M. നന്ദകുമാറാണ് അബോധാവസ്ഥയിലായത്. സംഭവത്തിൽ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ ഡോക്ടർ ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.